ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം എന്നാൽ അവനവൻ്റെ മനസ്സിൻ്റെ വികാസ വിജയമാണ് എന്ന് നാം ഒരിക്കലും മറക്കരുത്. ഗീത എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനോവികാസ ശാസ്ത്രം എന്ന് ഓർമ്മിക്കണം. ഞാൻ അനവധി തവണ അത് ആവർത്തിക്കുന്നുണ്ട്, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. കാരണം നിങ്ങൾക്ക് ഓർമ്മ വരണം, ഭഗവത്ഗീത എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ വികാസ ശാസ്ത്രമാണ്, മനസ്സിൻ്റെ വികാസത്തിൻ്റെ മാർഗമാണ്, മാർഗദീപമാണ് ഭഗവത്ഗീത എന്ന്. അപ്പം മനോവികാസം എന്നത് നമുക്ക് പറയാൻ എളുപ്പമുള്ളൊരു വാക്കും എന്നാൽ പ്രാവർത്തികമാക്കാൻ, പ്രായോഗികമാക്കാൻ, പരിശീലിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പുറം നോക്കികളാണ്. മറ്റുള്ള കാര്യങ്ങളെ, ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പുറം ലോകത്തുള്ള കാഴ്ചകൾ കണ്ടും അങ്ങനെ ജീവിതം നയിക്കുന്നവരാണ്. അകത്തുള്ള മനസ്സാണ് പുറത്തുള്ള ജീവിതത്തെ കാണുന്നതെന്ന് പോലും നമുക്കറിയില്ല. അകത്തുള്ളൊരു മനസ്സാകുന്ന കണ്ണാടിയിലാണ് പുറം കാഴ്ചകൾ വരുന്നത്. അപ്പം നമ്മളൊരിക്കലും മനസ്സിനെ മനസ്സിലാക്കാത്തത് കൊണ്ട് ഈ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, സുഖപ്പെടുത്താൻ വേണ്ടി നാം അങ്ങനെ വഴിവിട്ടൊക്കെ ജീവിച്ചു നോക്കുകയാണ്. എന്തെല്ലാം ലഹരികളും അതുപോലെ പലതും മനുഷ്യൻ ഉപയോഗിച്ച് നോക്കുന്നു മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ, അല്ലാതെ നാക്കിനെ തൃപ്തിപ്പെടുത്താനല്ല. കുറേ പേര് മദ്യത്തിൽ അഴിഞ്ഞു കൂത്താടുന്നു, ചിലർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു, ചിലർ രാഷ്ട്രീയത്തിൻ്റെ തിമിരത്തിലാണ്, വേറെ ചിലർ സ്ത്രീ വിഷയങ്ങളായിട്ട് നടക്കുന്നു. ഇങ്ങനെ പലതുമായി മനസ്സങ്ങനെ എന്താ പറയുക, ഒരു സംഘർഷമാണ് മനസ്സിനെ തൃപ്തിപ്പെടുത്താനുള്ള നെട്ടോട്ടത്തിൽ. അവരറിയുന്നില്ല ഈ സംഘർഷഭരിതമായ അസ്വസ്ഥമായിരിക്കുന്ന മനസ്സിനെ 1000 ജന്മങ്ങളെ കൊണ്ടും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൃപ്തി, സുഖം എന്നത് എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കുന്നത് മനസ്സിന് കിട്ടുന്ന ഒരു താൽക്കാലിക സുഖമാണ് ഈ തൃപ്തി എന്നതാണ്. പക്ഷേ നമ്മളറിയാത്തൊരു സുഖം, നമുക്ക് സ്വയം കണ്ടെത്താൻ പറ്റുന്നൊരു സുഖം നമ്മുടെ കയ്യിലുണ്ടെന്ന് നമ്മളാരും അറിയുന്നില്ല. മനുഷ്യൻ അറിയാത്തൊരു സുഖം മനുഷ്യൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ താക്കോല് നമുക്ക് തന്നിരിക്കുകയാണ്. ദ കീ ഓഫ് ഹാപ്പിനെസ് ഈസ് വിത്തിൻ യുവർ പോക്കറ്റ്. നിങ്ങളുടെ കൈകളിലാണ്. സ്വാമി ചിന്മയാനന്ദജി എപ്പോഴും പറയും, ദ കീ ഓഫ് ഹാപ്പിനെസ് ഈസ് വിത്തിൻ യുവർ ഹാൻഡ്. നിങ്ങളുടെ കൈകളിലാണ്. പക്ഷെ നമുക്ക് അറിയുന്നില്ല. സുഖത്തിൻ്റെ താക്കോൽ നമ്മുടെ കൈകളിലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് ഭഗവത്ഗീത നാം പഠിച്ചെടുത്താൽ നമുക്ക് മനസ്സിലാവും, സുഖത്തിൻ്റെ താക്കോൽ നമ്മുടെ കൈകളിലാണ്. ആ താക്കോൽ ഉപയോഗിച്ച് നമുക്ക് ജീവിതത്തെ തുറക്കാൻ സാധിച്ചാൽ യഥാർത്ഥ സുഖം അത് നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ താൽക്കാലികമാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതിനെ അടിമപ്പെട്ട് ഓടേണ്ടി വരുന്നത്. അനുഭവിച്ച് തന്നെ അനുഭവിച്ച് മനുഷ്യൻ തൃപ്തനാവുന്നില്ല. എന്ത് കിട്ടിയാലും 10 കിട്ടുകിൽ 100 മതി എന്നും, ശതമാകിൽ സഹസ്രം മതി എന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകി, അങ്ങനെ പോവാണ് മനുഷ്യൻ്റെ മനസ്സ്. കല്യാണം കഴിച്ചു, ആ ഭാര്യയുമായിട്ട് ഒത്തുചേരുന്നില്ല, വീണ്ടും ഒരു കല്യാണം, വീണ്ടും ഒത്തുചേരുന്നില്ല. അങ്ങനെ കേരളത്തിൽ തന്നെ MP മാരില്ലേ, അങ്ങനെ കെട്ടി 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 വിട്ടു, കെട്ടി വിട്ടു, കെട്ടി കെട്ടി വിട്ടു വിട്ടു. എന്ത് തന്നെ വിദ്യാഭ്യാസം ഉണ്ടായാലും മനസ്സെന്ന് പറയുന്നതിന്, അതിനെ നിയന്ത്രിക്കാനും അതിനെ മനസ്സിലാക്കി ജീവിക്കാനും ഒരു വിദ്യാഭ്യാസം വേണം. അപ്പോൾ ഇവിടെ മനസ്സിനെ മനസ്സിലാക്കുക, അതാണ് ഗീത നമുക്ക് തരുന്നൊരു വലിയ മഹത്വമാർന്ന അറിവ്. നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഗീത പഠിക്കണം. കാരണം മനസ്സാണ് ജീവിതത്തിൻ്റെ അടിത്തറ. ആ മനസ്സിനെ മനസ്സിലാക്കാതെ നിങ്ങളെത്ര വിദ്യാഭ്യാസം നേടിയാലും, നിങ്ങളെന്തെല്ലാം അറിവും കഴിവുള്ളവരായാലും, മനസ്സ് നിങ്ങൾക്ക് ശാന്തിയോ സമാധാനവും സ്വസ്ഥതയും തരില്ല. അപ്പം മനസ്സിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക, അത് ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അറിവാണ്. കാരണം മനസ്സിനെ മനസ്സിലാക്കിയാലേ
യഥാർത്ഥ സുഖം, നേരത്തെ പറയില്ലേ യഥാർത്ഥ സുഖം എന്താണെന്ന് അറിയുള്ളൂ. അപ്പം യഥാർത്ഥ സുഖം എന്താണെന്നും എങ്ങനെ കൈവരിക്കാമെന്നറിഞ്ഞാലാണ് ശരിയായ സുഖം നമുക്ക് അനുഭവിക്കാൻ ഈ ജന്മത്തിൽ നമുക്ക് സാധിക്കുക. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ ഇത് ഒറിജിനൽ തേനാണ്, ഇത് ഒറിജിനൽ സാധനമാണെന്ന്. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടമാനുള്ളത് കൊണ്ടാണല്ലോ ഒറിജിനലിന് ഇത്രയും വാല്യൂ ഉള്ളത്. കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ കുറച്ച് തേൻ കൊണ്ടു തന്നു, ഒറിജിനൽ തേനാണെന്ന് പറഞ്ഞു, ഒറിജിനൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ ഇതുവരെ ഞാൻ ഉപയോഗിച്ചൊന്നും ഒറിജിനൽ? ഇത് ഒറിജിനലാണ്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടമാനുണ്ട് എന്നർത്ഥം. ഇത് ഒറിജിനലാണ്. ഇനി കുറേ കഴിഞ്ഞാൽ മനുഷ്യന്മാർ പരിചയപ്പെടുത്തും, നോക്കൂ ഇത് എൻ്റെ ഒറിജിനൽ ഭർത്താവാണെന്ന്. കാരണം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുമായിരിക്കാം, അപരൻ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ ഈ തരത്തിൽ മനുഷ്യൻ ഒറിജിനൽ സുഖത്തിന്, യഥാർത്ഥ സുഖത്തിന്, റിയൽ ഹാപ്പിനെസ്സിന് എങ്ങനെ കൈവരിക്കാൻ പറ്റും? അപ്പം നമ്മളിപ്പോൾ ഇതുവരെ അനുഭവിച്ച സുഖം ഒറിജിനൽ അല്ല. കാരണം ഒറിജിനൽ അല്ല എന്ന് പറയാൻ കാരണം നാം അനുഭവിച്ച സുഖങ്ങളൊക്കെ നമ്മുടെ പ്രതീക്ഷകളിൽ നമ്മളിങ്ങനെ സ്വപ്നം കാണുമോ ഇതിനെനിക്ക് സുഖം തരും, ഇതെനിക്ക് സന്തോഷം തരും. ഇതിനിപ്പോൾ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ എന്താ വിചാരിക്കുക, ഈ ഹോട്ടൽ നന്നായിരിക്കും, നല്ല ആഹാരമായിരിക്കും. പിന്നെ ഓർഡർ ചെയ്ത് കഴിക്കാൻ നേരത്താ മനസ്സിലായി ഇവിടെ കയറേണ്ടില്ലെന്ന്, പൊട്ട ഹോട്ടൽ അപ്പുറത്ത് കയറിയാൽ മതിയിരുന്നു. അവിടെ കയറിയാൽ എന്താ വിചാരിക്കുന്നത്, ഇപ്പുറത്ത് കയറിയാൽ മതിയിരുന്നു. ഇതാണ് മനുഷ്യൻ്റെ സുഖം. നിങ്ങൾ എന്തനുഭവിക്കുമ്പോഴും ഇത് തന്നെയാണ് നിങ്ങളുടെ ചിന്തയിൽ കടന്നു പോകുന്നത്. ഒന്ന് അനുഭവിക്കുമ്പോൾ നിങ്ങൾ പറയും ഇതായിരുന്നില്ല വേണ്ടത്. അതാണ് എനിക്ക് ചില മതങ്ങളൊക്കെ ഈ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പം ചിരി വരാറുണ്ട്, തമാശ തോന്നാറുണ്ട്. കാരണം അവരിങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ തേനും പാലും കള്ളും ഒക്കെ ഒഴുകുന്നത് ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സ്വർഗത്തിലെത്തി അവിടെ അങ്ങനെ കള്ള് പുഴയിട്ട് ഒഴുകണു, പാലും ഒഴുകണു, ഇതൊക്കെ കൂടി ഒന്നിച്ച് ഒഴുകിയുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. പാലും തേനും കള്ളും കൂടെ ഒന്നിച്ച് ചേർന്നാൽ പിന്നെ അതിനെ കള്ളെന്ന് വിളിക്കാൻ പറ്റുമോ? ഇനി അതല്ല വേറെ വേറെ ഒഴുകിയെന്നിരിക്കുക. ഈ കള്ളും പാലും തേനും ഇത് മൂന്നും ഒഴുകുന്ന ഒരു സ്വർഗത്തിൽ ഒരാൾ ചെന്ന് പെട്ടാൽ ഈ കള്ള് കുടിച്ചിട്ട് ഒരുത്തൻ ഇങ്ങനെ ഉന്മത്തനാകുന്നു, വേറൊരുത്തൻ തേൻ കുടിച്ച് രസിക്കുന്നു, ഒരുത്തൻ എന്താ പറയുക പാല് കുടിക്കുന്നു എന്ന് വിചാരിക്കുക. ആ പാലൊക്കെ കുടിച്ച് അതിലിങ്ങനെ നല്ല ആരോഗ്യം, കള്ള് കുടിച്ചവനോ ബോധമില്ലാതെ ഇങ്ങനെ മറ്റുള്ളവൻ്റെ ആട്ടും തുപ്പും കണ്ട് കുറേ കഴിഞ്ഞ് ഈ കള്ള് കുടിക്കുന്നവൻ കുറച്ച് കാലം കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക, ആ പാല് കുടിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന്. ഇപ്പുറത്ത് തേൻ കുടിക്കുന്നവൻ വിചാരിക്കുന്നത് കള്ള് കുടിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന്. അപ്പോൾ ഇവരൊന്നും കുടിച്ചതിൽ ഇവർ തൃപ്തരല്ല എന്ന് ഉറപ്പല്ലേ? ഇതുവരെ തൃപ്തരായിട്ടില്ല മനുഷ്യൻ. അപ്പോൾ പിന്നെ നിങ്ങൾ സ്വർഗത്തിൽ പോയാൽ എവിടെ പോയാൽ നിങ്ങളുടെ ഈ അസംതൃപ്തമായ ദുഃഖം നിറഞ്ഞ മനസ്സ് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കില്ലേ? നിങ്ങൾ സ്വയം ചോദിക്കൂ, ഇവിടെ തൃപ്തനല്ലാത്ത മനുഷ്യൻ ഏത് സ്വർഗത്തിൽ പോയ തൃപ്തനാവും? ഇവിടെ തൃപ്തനാവാൻ പറ്റുമോ? ഇവിടെ നമുക്ക് ജീവിതത്തിൽ യഥാർത്ഥ സുഖം അനുഭവിക്കാൻ പറ്റുമോ? അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതിൻ്റെ മാർഗമാണ് ഗീത കാണിച്ചത്. യഥാർത്ഥ സുഖത്തിലേക്കുള്ള, യഥാർത്ഥ സംതൃപ്തിയിലേക്കുള്ള ഒരു പാത നമുക്ക് ഗീത കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ഗീത പഠിച്ചാൽ, ഗീത മനസ്സിലാക്കിയാൽ, ഗീത ഉൾക്കൊണ്ടാൽ നമുക്ക് മനസ്സിലാവും ജീവിതത്തിൽ സുഖത്തിനും സന്തോഷത്തിനും നമ്മളിൽ തന്നെ വഴികളുണ്ട്, നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. അതും സ്ഥായിയായ, സ്ഥിരമായ, സ്ഥിരതയുള്ള, നിത്യതയുള്ള, ഒരിക്കലും കൈമോശം വരാത്ത, ഒരിക്കലും ചോർന്നു പോവാത്ത, സുസ്ഥിരതയുള്ള ഒരു സുഖം നമ്മളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്ന പോലെ സാന്ദ്ര ആനന്ദ അവബോധം അത് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു സുഖത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ മനസ്സിനെക്കുറിച്ച് പഠിക്കണം, മനസ്സിനെക്കുറിച്ച് അറിയണം, മനസ്സിനെ വേണ്ട വിധത്തിൽ നമുക്ക് ആ സുഖം കൈവരിക്കാൻ പാകപ്പെടുത്തിയെടുക്കണം. അപ്പോൾ ഈ മനസ്സ് അതാണല്ലോ വിഷയം. അപ്പോൾ എന്താണ് ഈ മനുഷ്യ മനസ്സ്? ഈ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ചിന്തകളാണ്, നമുക്കറിയാം, സൂക്ഷ്മമായ ചിന്തകളാണ്, ഊർജ്ജമാണ്. ഈ ചിന്തകൾ ശ്രദ്ധിക്കണം നിങ്ങൾ, ഈ ചിന്തകൾ എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യമുള്ള ചിന്തകളാണ്. അപ്പം എപ്പോഴും മനസ്സ് 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 എന്ന വാക്ക് കേൾക്കുമ്പോൾ എപ്പോഴും ഓർമ്മിക്കുക, നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒന്നാണ്, അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ പരിവർത്തനം വരുത്താൻ സാധിക്കുന്ന ഒന്നാണ് മനസ്സ്. അതിൻ്റെ അകത്ത് ഏത് തരം ചിന്തകളായിക്കോട്ടെ, മനസ്സ് ചിന്തകളാണെന്ന് ഈവൻ സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. ഡാർവിൻ അദ്ദേഹം പറയുന്നു, ദ മൈൻഡ്, ഈ മനുഷ്യൻ്റെ മനസ്സ് അവൻ്റെ സർവൈവലിന് വേണ്ടിയിട്ട് മനുഷ്യൻ സകല ജീവജാലങ്ങളും ഈ ഭൂമിയിൽ അങ്ങനെ പരിണാമം സംഭവിച്ച് ഈ രൂപത്തിലെത്തി. അപ്പം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ അത്യാർത്ഥികളും ആവശ്യങ്ങളും
അതൊക്കെയാണ് മനുഷ്യരൂപത്തിലേക്ക് ഈ ജീവജാലങ്ങളെ ഒരു അമീബയിൽ നിന്ന് വികസിപ്പിച്ചെന്നാണ് ഡാർവിൻ്റെയൊക്കെ തിയറി. ഇനി സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ള വലിയ സൈക്കാട്രിസ്റ്റുകളാണെങ്കിൽ അവർ പറയുന്നത്, സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്, മനുഷ്യൻ്റെ മനസ്സ് ചിന്തകളാണ്. സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും എല്ലാം ചിന്തകളാൽ നിറഞ്ഞിരിക്കുന്നു. ഇത്രയൊക്കെ അവർക്ക് പറയാൻ പറ്റിയുള്ളൂ. പക്ഷെ ഭാരതത്തിലെ ഋഷിവര്യന്മാർ ഈ ചിന്തകളെക്കുറിച്ചല്ല പഠിപ്പിക്കുന്നത്. ചിന്തകളെക്കുറിച്ച് പഠിക്കുന്നത് സൈക്കാട്രി അഥവാ സൈക്കോളജിയൊക്കെയാണ്. ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ചിന്തകളെപ്പോലും നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ശക്തി, അതാണ് നമ്മളിലെ ബോധശക്തി, അതാണ് നമ്മളിലെ ക്രിയേറ്റീവായ ഇൻ്റലിജൻസ്, കോൺഷ്യസ് ഇൻ്റലിജൻസ്, പ്രജ്ഞാനം. ആ ഒരു ശക്തി, അതിനെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പം നമുക്ക് തന്നെ നമ്മുടെ ചിന്തകളെ പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കുന്ന ശക്തി, ആ ശക്തിയാണ് ഭാരതീയ ഋഷിവര്യന്മാർ പറയുന്ന ദൈവീകമായ ശക്തി. അതാണ് നമ്മളിലെ കോൺഷ്യസ് പവർ. അപ്പം ആ ബോധശക്തി, ഞാൻ 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 എന്ന് നമ്മൾ പറയുമ്പോൾ, ഈ ഞാനെന്ന് പറയുന്നൊരു വ്യക്തിത്വം എപ്പോഴും, ഒരു ഈഗോ എപ്പോഴും നമ്മളെന്തോ ചെയ്തു, നമ്മളെന്തോ അനുഭവിക്കുന്നു എന്നുള്ള രൂപത്തിൽ, അതായത് ഞാനാണിത് ചെയ്തത്, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള അഹന്ത കൊണ്ട് നടക്കണം. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു ദുഃഖം, എനിക്കിങ്ങനെ വിഷമം, അല്ലെങ്കിൽ എനിക്ക് വലിയ സന്തോഷം, എനിക്കിത് കിട്ടി, എനിക്കിത് നേടിയെന്നൊക്കെയുള്ള ഒരു കിട്ടിയതിൽ കുറേ ആഘോഷിക്കുകയും നഷ്ടപ്പെടുന്നതിൽ കുറേ ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഇപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി നടക്കുന്നത്. എന്നാൽ ആ വ്യക്തിത്വം എന്ന് പറയുന്ന മനസ്സിലെ ചിന്തകൾ, അതിനെപ്പോലും പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കുന്ന അനന്തബോധശക്തി ഉള്ളവരാണ് നാം എന്ന് അറിയണമെങ്കിൽ ഗീത പഠിക്കണം. അപ്പം ഗീത മനസ്സിൻ്റെ വികാസശാസ്ത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മനസ്സിനെ വികസിപ്പിക്കാനുള്ള കഴിവ് നമ്മളിലുണ്ടെന്ന് കാണിച്ചതെന്ന്, ആ കഴിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്താനുള്ള വഴികൾ കാണിച്ചു തരികയാണ്. അപ്പം നിങ്ങളിൽ അന്തർലീനമായ, നിങ്ങളെ നിങ്ങളാക്കി നിലനിർത്തുന്ന അനന്തമായ ശക്തി, എപ്പോഴും നമ്മളത് ഓർക്കണം. അനന്തമായ ശക്തി, ആ അനന്തശക്തിയുടെ സാധ്യതകളെ നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാം, നമ്മുടെ ജീവിതത്തിൽ പരിണാമങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാക്കാം. അപ്പം ആ ശക്തിയാണ് നമ്മൾ മറന്ന് ജീവിക്കുന്നത്. ശക്തിയെ നമ്മൾ മറക്കുമ്പോൾ നമ്മളെന്ത് കരുതുന്നു? മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് പല വിഭവങ്ങളും പലതിനെയും ആശ്രയിക്കേണ്ടതുണ്ട്. ലോകമാണ് നമുക്ക് സുഖം തരുന്നത്. ലോകം എന്ന് പറഞ്ഞാൽ വ്യക്തിയായിരിക്കാം, വസ്തുവായിരിക്കാം, പലതുമായിരിക്കാം. അപ്പം ലോകമാണ് എനിക്ക് സുഖം തരുന്നതെന്ന് പറഞ്ഞ് ആ ലോകത്തിനടിമപ്പെടുന്നത്. അപ്പം ലോകത്തിനടിമപ്പെടുക എന്ന് പറഞ്ഞാൽ പല വിഷയങ്ങൾക്കും അടിമപ്പെടുക. ലോകത്തിനടിമപ്പെടുന്നവൻ രോഗിയാണ്. കാരണം ലോകത്തെ അടിമപ്പെടുന്നവൻ്റെ മനസ്സ് മുഴുവൻ ഭോഗതൃഷ്ണകളാൽ, സ്വാർത്ഥതൃഷ്ണകളാൽ, ചിന്തകളാൽ അവസാനം രോഗത്തിലേക്ക് അവനെ നയിക്കും, നാശത്തിലേക്ക് അവനെ നയിക്കും. എന്ന് വെച്ചിട്ട് ലൗകികമായ സുഖം അനുഭവിക്കരുതെന്നല്ല, അതിനൊരു നിയന്ത്രണം വെച്ചിട്ടില്ലെങ്കിൽ അത് അവൻ്റെ അന്ത്യമാണ്. നിങ്ങൾ നോക്കൂ, ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവസാനം അവൻ രോഗിയാണ്. കാമത്തിനടിമപ്പെട്ടാൽ അവൻ രോഗിയാണ്. അത്രയും അവൻ്റെ ജീവിതത്തിൽ കുറേ കഴിഞ്ഞാൽ അവൻ്റെ ഊർജ്ജശക്തി, അവൻ്റെ സകല ശക്തിയും ചോർത്തി അവനെ ഒന്നിനും കൊള്ളാതാക്കും. അപ്പം ഇതൊക്കെ നാം അറിയുന്നില്ല. ഇതൊക്കെ നമ്മളങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ച് കുറേ കഴിഞ്ഞ് പല രോഗങ്ങളും വരുമ്പോഴാണ് കാലം നമുക്ക് പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നത്. അവസാനം സമ്പാദ്യം മുഴുവൻ ആശുപത്രികളിൽ കൊടുത്ത് അങ്ങനെ ജീവിതത്തെ നരകിപ്പിച്ച് അവസാനം മുഴുവൻ നരകമാക്കി മാറ്റുക. അതാണോ നമുക്ക് വേണ്ടത്? ചോർന്നു പോവാത്ത സുഖം നേടാൻ നമുക്കതിനുള്ള കഴിവും ശക്തിയും ത്രാണയും ഉണ്ടെങ്കിൽ അതൊന്ന് വികസിപ്പിച്ചെടുത്തൂടെ? ആ ശക്തിയെ നമ്മൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റം വരുത്താൻ ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും വഴി കാണിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് നോക്കാം. എങ്ങനെയാണ് നാം നമ്മുടെ ജീവിതത്തെ പരിവർത്തനം വരുത്തുന്നത്? നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായിട്ടാണ് കൃഷ്ണൻ ഗീതയിൽ ഇത് പറഞ്ഞു തരുന്നത്. നമ്മൾ എത്തി നിൽക്കുന്ന 4-ാം അധ്യായത്തിലെ 34-ാം ശ്ലോകമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ചില വ്യാഖ്യാനങ്ങൾ. ഒന്നുകൂടി നമുക്ക് ആ ശ്ലോകം നോക്കാം. 4-ൽ-34 വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഒരിക്കൽ കൂടി ആ ശ്ലോകം ഒന്ന് നമുക്ക് ചൊല്ലാം. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാം ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. ജ്ഞാനിന തത്വദർശിന, തത്വദർശികളായ ജ്ഞാനികളുടെ അടുത്ത് എന്ന് പരിപ്രശ്നേന, വേണ്ട വിധത്തിൽ നിങ്ങളുടെ സംശയങ്ങളെ ചോദിച്ചാൽ,
ഉപദേശന്തി തേ ഉപദേശന്തി, അവരിൽ നിന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും. എന്ത് ജ്ഞാനം? എന്തിനെ ജ്ഞാനം? നിങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ആത്മശക്തിയെ, ബോധശക്തിയെ, നിങ്ങളുടെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങളിൽ അന്തർലീനമായ ദൈവീക ശക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന്, നിങ്ങളൊരു ദുർബലനല്ല, നിങ്ങളൊരിക്കലും തളരേണ്ടവരല്ല, നിങ്ങളൊരിക്കലും ജീവിതത്തിൽ നശിക്കേണ്ടവരല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വികസിക്കാനും പരിവർത്തനം വരുത്താനും പരിണാമം വരുത്താനും നിങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്താനും കഴിയുന്ന ശക്തി സ്വരൂപന്മാരാണ് നിങ്ങൾ. നിങ്ങളുടെ ശക്തിയാണ് അവർ കാണിച്ചു തരുന്നത്, നിങ്ങളിലെ വ്യക്തിയെ നിലനിർത്തുന്ന ശക്തി. എന്താണ് ഒരു ഗുരുവിൻ്റെ ആവശ്യകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനെ മനുഷ്യനാക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ആത്മശക്തിയെ കാണിച്ചു തന്നുകൊണ്ട് ആ ആത്മശക്തി എങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വികസനത്തിന് വേണ്ടി, വികാസത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തണം എന്ന മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നവരാണ് ഗുരുക്കന്മാർ. ഇപ്പോൾ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ഗു രു, ആ രണ്ട് അക്ഷരങ്ങളുണ്ടോ? ഘൂ ശബ്ദാദന്തകാരത്വം, രു ശബ്ദാൽ തന്നിരോധനം. അതായത് ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, രു എന്ന് പറഞ്ഞാൽ പ്രകാശം. പ്രകാശം കൊണ്ട് ഇരുട്ടിനെ ഇല്ലാതാക്കുന്നവർ, വെളിച്ചം കൊണ്ട് അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവർ. ഇപ്പം ഇവിടെ ആത്മശക്തി കൊണ്ട് ദൗർബല്യത്തെ ഇല്ലാതാക്കുന്നവരാണ് ഗുരുക്കന്മാർ. ഇപ്പം ഇവിടുത്തെ പ്രകാശം ആത്മശക്തിയാണ്, ഇവിടുത്തെ ഇരുട്ട് മനസ്സിൻ്റെ ദൗർബല്യങ്ങളാണ്. അപ്പം പ്രകാശം കൊണ്ട് ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന പോലെ ഇവിടെ ആത്മശക്തി കൊണ്ട് നമ്മുടെ മാനസികമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ ഗുരുക്കന്മാർ വഴി കാണിച്ചിരുന്നു. നോക്കൂ എത്ര മനോഹരമാണിതെന്ന്. നമ്മുടെ ആത്മശക്തിയെ നാം വേണ്ട വിധത്തിലൊന്ന് മനസ്സിലാക്കി അതിനെ നമുക്കൊന്ന് പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ നിങ്ങൾ ഇതുവരെ ജീവിച്ച വ്യക്തിയാവില്ല. വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ശക്തിയിലല്ല, വ്യക്തിയിലാണ്. അപ്പം നമ്മുടെ വ്യക്തിയുടെ പ്രശ്നങ്ങളും കൊണ്ട് നടക്കുകയാണ്. എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ കഷ്ടപ്പാടുകൾ, എൻ്റെ ബുദ്ധിമുട്ടുകൾ, എല്ലാം എൻ്റെ പ്രശ്നങ്ങളാണ്. അത് വ്യക്തിയുടെയാണ്. എന്നാൽ നിങ്ങളുടെ ശക്തി എന്താണ്? നിങ്ങളെപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങൾ ചിന്തിക്കുമ്പോഴൊക്കെ ഓർത്തുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളിലൊരു മനസ്സുണർന്നു വരണമെന്ന്. ഈ മനസ്സുണർന്നു വന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ മനസ്സ് ശരീരത്തിൽ എവിടെയാണെന്ന്? എവിടെയാണ് നിങ്ങളുടെ മനസ്സ്? നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റും. ഇന്ന് നിങ്ങൾ ബ്രെയിനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നം അവിടെയും കൊണ്ട് തീരുന്നില്ല. ബ്രെയിനിലാണ് നിങ്ങളുടെ മനസ്സെന്ന് നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ, രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ ബ്രെയിനെല്ലാം കെട്ടടങ്ങി നിങ്ങൾ കിടന്നുറങ്ങി, നിങ്ങൾക്ക് ഒരു പിടുത്തവുമില്ല എവിടെയാണ് എന്താണെന്നുള്ളത്. അബോധാവസ്ഥയിലേക്ക് പോയി. രാവിലെ നിങ്ങൾ വീണ്ടും ഉണരുന്നു. രാവിലെ നിങ്ങൾ ഉണർന്ന് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പറയും എവിടെയാണ് നിങ്ങളുടെ ബ്രെയിൻ ഉണരുന്നു എന്നൊക്കെയാണ് മെഡിക്കൽ സയൻസ് തെറ്റിദ്ധരിച്ചത്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ കോൺട്രഡിക്ഷൻ ഉണ്ട്. കാരണം ഒരു വശത്ത് നമ്മൾ ബ്രെയിനിലാണ് മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ വേറൊരു ഭാഗത്ത് ഇവിടെ പറയുന്നു നമ്മൾ ഞാൻ ഇവിടെ ആട്ടോന്ന്, എൻ്റെ എന്നുള്ള ഫീലിംഗ് ഒക്കെ നമ്മൾ നെഞ്ചു ഭാഗത്ത് തൊടുന്നു. അപ്പം നെഞ്ചിലാണോ മനസ്സ് അതോ തലയിലാണോ? ഇനി അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. നാം കിടന്നുറങ്ങി സ്വപ്നം കാണുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഒന്നും ഉണർന്നിട്ടില്ല. നമുക്ക് ഉണർന്നു എന്നുള്ള ഫീലിംഗ് പോലുമില്ല. രാത്രി സ്വപ്നം കാണും, പക്ഷേ നമ്മൾ ഉണർന്നിട്ട് കാണുന്ന അനുഭവങ്ങളെ പോലെയല്ലേ നമ്മൾ സ്വപ്നം കാണുന്നത്. അല്ലാതെ ആരെങ്കിലും സ്വപ്നം കാണുമ്പോൾ എന്ത് സുഖത്തിൽ, എന്തൊരു സുഖമുള്ള സ്വപ്നമാണ്. സ്വപ്നം കാണുമ്പോൾ അവർ സ്വപ്നം കാണുകയാണ്, പല സ്ഥലങ്ങളിൽ പോവുകയാണ്, സ്വപ്നമാണെന്ന് പോലും അവർക്കറിയില്ല. അത് യാഥാർത്ഥ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ ശരീരം പോലും അറിയുന്നില്ല. അപ്പം ശരീരം അറിയാതെ നമുക്ക് സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുമെങ്കിൽ അപ്പം ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും, ഇല്ലേ? ഇനി അവിടെ നിൽക്കട്ടെ. മരണത്തിൽ എന്താ സംഭവിക്കുന്നത്? മരണത്തിൽ ബ്രെയിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫങ്ഷൻ നിന്നു. ആ ഫങ്ഷൻ നിന്ന് അതിൽ നിന്ന് മനസ്സ് വിട്ടുപോയി. അപ്പോൾ ഇത് ബ്രെയിനിൻ്റെ ഒരു ഭാഗമാണ് ഈ മനസ്സെങ്കിൽ ഇതെങ്ങനെ വിട്ടുപോകും? അത് ആ ശരീരത്തിൽ ഉണ്ടാവണ്ടേ? അതെന്തുകൊണ്ട് വിട്ടുപോയി? അതിനൊരു ഉത്തരം നമുക്ക് കണ്ടെത്തണ്ടേ? കാരണം മനസ്സും ബ്രെയിനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. മരിച്ചു പോയി എന്നാണ്, വിട്ടുപോയി, ആള് വേർപിരിഞ്ഞു പോയി, ആള് നമ്മളെയൊക്കെ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ എല്ലാവരും പറയുന്നൊരു വാക്ക് പോയി എന്നാണ്, അല്ലേ? മർഗയ, ഡെഡ് ആൻഡ് ഗോൺ, ആള് ഹി ലെഫ്റ്റസ് എന്നൊക്കെയുള്ള വാക്കുപയോഗിക്കുമ്പോൾ പോയി എന്ന് പറയുമ്പോൾ വിട്ടുപോകുന്നു. അപ്പം അതിൻ്റെ ഭാഗമല്ലല്ലോ അത്. അപ്പം ഈ മനസ്സെന്ന് പറയുന്ന ശക്തിവിശേഷം അത് ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ വ്യക്തിയായി മാറുന്നത്.
എന്നാൽ അതൊരു അനന്തശക്തിയുടെ ഭാഗമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ശക്തിയുടെ ഭാഗമായി. വ്യക്തിയുടെ ഭാഗത്തു നിന്നും ശക്തിയുടെ ഭാഗത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ ആ മനസ്സ് എന്ന് പറയുന്ന സംഗതി അത് രാവിലെ ഉണരുന്നു, രാത്രി ഉറങ്ങുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് അനന്തമായ ബോധശക്തിയിലാണെന്ന് നിരന്തരം നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണം. അതിനാണ് നമ്മൾ പരിപ്രശ്നേന സേവ ഗുരുക്കന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ഗുരുക്കന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം, ആരാണ് ഞാൻ, എന്താണ് ഈ മനസ്സ്, എവിടെയാണ് ഈ മനസ്സ്, എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഒരാൾ ദുർബലനാകുന്നത്. ഇതൊന്നും നമ്മൾ പഠിക്കാതെ അന്ധമായ ഒരു മത ചിന്തയിൽ ജീവിക്കരുത്. എനിക്ക് യുവാക്കളോടൊക്കെ പറയാനുള്ളത്, ഇന്നേറെ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദയവ് വിചാരിച്ച് നിങ്ങൾ അന്ധമായ മതവിശ്വാസങ്ങൾ ജീവിക്കരുത്. ആര് നിങ്ങളുടെ മുന്നിൽ സ്വർഗത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്താലും ദയവ് വിചാരിച്ച് നിങ്ങളത് വിശ്വസിക്കരുത്. നിങ്ങൾക്കതിൽ അന്ധമായ ഒരു ചിന്തയും ഉണ്ടാവരുത്. കാരണം അബോധാവസ്ഥയിൽ മരിക്കുന്ന മനുഷ്യൻ, ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങളോട്, മരണസമയത്ത് അബോധാവസ്ഥയാണ്. അബോധാവസ്ഥയിൽ മരിക്കുന്ന മനുഷ്യന് വീണ്ടും ഒരു ബോധാവസ്ഥ രൂപപ്പെടണമെങ്കിൽ അവനൊരു ശരീരം വേണം. ശരീരമില്ലാതെ നമുക്ക് ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വന്ന് അങ്ങനെ തിരിച്ചു വരുമ്പോൾ തന്നെ പണ്ടത്തെ ജീവിതത്തെക്കുറിച്ച് ഒരു ഓർമ്മയും ഉണ്ടാവണമെന്നില്ല മനുഷ്യന്. നിങ്ങളിപ്പം ഒരു ഉദാഹരണത്തിന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഭൂമിയിലേക്ക് ദൈവം അങ്ങോട്ട് നിങ്ങളെ പറഞ്ഞു വെച്ചു എന്ന് വിശ്വസിക്കുക. നിങ്ങളങ്ങനെ വിശ്വസിച്ചോ? ദൈവം നിങ്ങളെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നു. അപ്പം നിങ്ങളെ ഭൂമിയിലേക്ക് വിടുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു? ദൈവം വിടുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? ഇല്ലില്ലേ, ദൈവം അങ്ങോട്ട് സൃഷ്ടിച്ചാണ്. അപ്പം ദൈവമായിട്ട് നിങ്ങളെങ്ങോട്ട് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ദൈവമായിട്ട് നിങ്ങളെങ്ങോട്ട് ഒഴിവാക്കിക്കൂടെ? നിങ്ങളെന്തിനാ ദൈവം സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നത്? അപ്പം ദൈവം നിങ്ങളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കണ്ടിന്യൂറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടം കഴിഞ്ഞാൽ സ്വർഗം. അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഉണ്ടാവില്ലേ? അത് ശരി. അപ്പം നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളില്ല, ജനിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊട്ട് ഇല്ലാതെ ആവുന്നില്ല. അതെന്ത് യുക്തിയാണ്? അതൊക്കെ മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്തതാണ്. നിങ്ങൾ സ്വർഗത്തിലേക്ക് നിങ്ങൾ പോകുന്നു, അത് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. കാരണം മരണാനന്തരം നിങ്ങൾക്ക് സ്വർഗത്തിലെത്തിയാൽ ഒരു ശരീരം തരണം, അതിനൊരു അച്ഛനമ്മ ഇല്ലാതെ ഒരു ശരീരം കിട്ടണം. അങ്ങനെയൊക്കെ അച്ഛനമ്മമാരുള്ള ഒരു ശരീരമാണ് നിങ്ങൾക്ക് അവിടെ തന്നെങ്കിൽ അതും ഭൂമിയും തമ്മിൽ എന്താ വ്യത്യാസം? ഭൂമിയും സ്വർഗവും തമ്മിൽ എന്താണ് വ്യത്യാസം? നിങ്ങൾ പറഞ്ഞുതരൂ. കള്ള്, ചിലർ പറയണു കള്ള് കിട്ടും, പാല് കിട്ടും. മാഷ ഇതൊക്കെ അവിടെ കിട്ടും, ഇവിടെ കിട്ടണേ അവിടെ കിട്ടുള്ളൂ. ഇവിടെ ഒരു പക്ഷേ മിൽമ എന്നായിരിക്കും പേര്, അവിടെ നിങ്ങൾ ബ്രാൻഡ് വേറെ ഇരിക്കാം. ഇവിടെ നിങ്ങൾ പുതിയ പുതിയ പേര്, നിങ്ങൾ എന്താ പറയുക, ഇപ്പം നിങ്ങൾക്ക് KFC ചിക്കൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒരു പക്ഷേ സ്വർഗത്തിൻ്റെ ബ്രാൻഡിലായിരിക്കും ഇറക്കിയിട്ടുണ്ടാവുക. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ളതൊക്കെ അല്ലേ സ്വർഗത്തിലുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം മനുഷ്യൻ ഇങ്ങനെ അന്ധമായി കൊണ്ട് ഉറപ്പിക്കുകയാണ് മരണാനന്തരം നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്നും. ആര് സ്വർഗത്തിൽ എത്തുന്നു? എന്ത് തെളിവുണ്ട് നിങ്ങൾക്ക്? ഒരു ശരീരം നിങ്ങൾക്ക് ആര് തരുന്നു? ദൈവത്തിന് അവിടെ ശരീരം തരാൻ പറ്റുമെങ്കിൽ എന്ത് ദൈവം ഭൂമിയിൽ എത്രയോ പാവം പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കിട്ടാതെ കഷ്ടപ്പെടുന്നവരില്ലേ? എത്രയോ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ആളുകളില്ലേ? എന്ത് ദൈവം അവരോടൊക്കെ കനിവ് കാണിക്കാത്തത്? പ്രാർത്ഥന ചെയ്യാത്തതുകൊണ്ടാണോ? അപ്പം ദൈവം എന്ന് പറയുന്നത് സ്വർഗത്തിൽ മാത്രം ഓപ്പറേഷൻ നടത്തുന്ന ഒരു ചെറിയ ഏരിയയിൽ, സ്വർഗം എന്ന് പറയുന്നത് 7 ആകാശത്തിൻ്റെ അപ്പുറത്ത്, 7 ആകാശങ്ങൾക്കപ്പുറത്തേക്കൊക്കെ പോകുന്തോറും അവിടെ ആ വ്യാപ്തിയും കാര്യങ്ങളൊക്കെ കുറവാണ്. കാരണം ശൂന്യാകാശത്തിനും അപ്പുറത്ത് എന്ത് ലോകമാണ് എനിക്കറിയില്ല. പോട്ടെ, ഞാൻ തർക്കിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അന്ധമായ മതചിന്തകളിൽ കുരുങ്ങിപ്പോരുത്. നിങ്ങൾ യുക്തി കൊണ്ട് പരിപ്രശ്നേന സേവയ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം. ഞാൻ ആരാണ്? എൻ്റെ ജീവിതം ഇവിടെ സുഖമാക്കാൻ എന്താണ് വഴി? ഇവിടെ എനിക്ക് എൻ്റെ ജീവിതത്തെ എല്ലാ വിഷമങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് മരണം വരെയെങ്കിലും എനിക്കെൻ്റെ ദുഃഖങ്ങളെ മറന്ന് എൻ്റെ ജീവിത പ്രശ്നങ്ങളെയൊക്കെ മറന്നുകൊണ്ട് ഒരു സുഖമായ ജീവിതം എനിക്കിവിടെ സാധ്യമാണോ? അതല്ലേ നമ്മൾ ചോദിക്കേണ്ടത്. അപ്രകാരം നിങ്ങൾ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഭഗവത്ഗീതയും ഭാരതത്തിലെ ഋഷിവര്യന്മാരും ഭാരതത്തിലെ ആചാര്യന്മാരും വഴി കാണിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഗീത പോലുള്ള കൃതികൾ ഈ ലോകത്തിൽ നിലനിന്നത്. കാരണം ഇത് സ്വർഗത്തിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ബുക്കുകളല്ല, ഇത് സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്നതല്ല. ജീവിച്ചിരിക്കുമ്പോൾ നമുക്കെങ്ങനെ ദുഃഖത്തെയും പ്രയാസങ്ങളെയും വിഷമങ്ങളെയും മറികടന്ന് ഇവിടുത്തെ ജീവിതം നമുക്ക് സന്തോഷകരമാക്കി മാറ്റാം. അതല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഇഹൈവ, ഇനി കാണാൻ നിങ്ങൾക്ക് ശ്ലോകങ്ങൾ, ഇഹൈവ ഇവിടെ തന്നെ. ഈ ജീവിതം നമുക്ക് സുഖകരമാക്കി തീർക്കാൻ ഗീത വഴി കാണിച്ചു തരണം.
അപ്പം ആ വഴിയിലൂടെയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. അതുകൊണ്ട് 2 കാര്യം എനിക്ക് നിങ്ങളോടുത്ത് പറയേണ്ടത്. ഒന്ന്, അന്ധമായ ഒരു കാര്യവും നിങ്ങൾ വിശ്വസിക്കരുത്. ആര് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാലും, ആര് നാളെ ദൈവം നിങ്ങളെ രക്ഷിക്കുന്നു പറഞ്ഞാൽ ഒന്നും വിശ്വസിക്കരുത്. ഇതൊക്കെ ബ്ലൈൻഡ് ബിലീഫാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കാനുള്ള വഴികൾ എന്താണ്, അതിന് നിങ്ങൾക്ക് കഴിയും എന്ന് ഗീത പറയുമ്പോൾ ആ വഴികളെ നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ഒന്ന്, അന്ധമായി വിശ്വസിക്കാതിരിക്കുക. 2, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള വഴികൾ കണ്ടെത്തിയാൽ ആ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാം. പിന്നെ നിങ്ങളെന്തിനാണ് ഒരാളുടെ അടിമയായിട്ട് നിങ്ങൾക്ക് വേണ്ടി വേറൊരാളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്? പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ തീർക്കാനാണ്. നിങ്ങൾക്ക് തന്നെ പാപങ്ങൾ തീർക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ദോഷങ്ങൾ തീർക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വേദനകൾ മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വേറൊരാളുടെ അടിമയാവുന്നത് എന്തിന്? അപ്പം അടിമത്വത്തെ അല്ല നമുക്ക് വേണ്ടത്, സ്വാതന്ത്ര്യമാണ് വേണ്ടത്. അപ്പം ആ സ്വാതന്ത്ര്യം നമുക്ക് കൈവരിക്കാൻ നമുക്ക് തന്നെ നമ്മളിലെ ശക്തിയെ തിരിച്ചറിയേണ്ടതുണ്ട്, ഉപയോഗിക്കേണ്ടതുണ്ട്, പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് ഗീത പഠിക്കുന്നത്. ഏതായാലും നമുക്കൊന്നുകൂടി ഈ ശ്ലോകത്തെ കാണണം. കാരണം അത്രയും ആഴത്തിലാണ് കൃഷ്ണൻ ഈ ഒരു ശ്ലോകത്തിലൂടെ അർത്ഥത്തെ ഉദ്ദേശിച്ച് നമ്മളെ പരിവർത്തനം വരുത്താൻ സഹായിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം. വേദവ്യാസ കവിത